ആകാശഗംഗയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. 2026 സെപ്റ്റംബർ മാസത്തെ ഗ്രഹനില അനുസരിച്ച് ചിങ്ങൻ രാശിക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ മാസം നിങ്ങളുടെ രാശിയാധിപനായ സൂര്യൻ, ചൊവ്വ, ബുധൻ എന്നീ 3 പ്രമുഖ ഗ്രഹങ്ങൾ രാശി മാറുന്നുണ്ട്. അഷ്ടമത്തിൽ ശനിയും ലഗ്നത്തിൽ കേതുവും 7-ൽ രാഹുവും ഒക്കെ നിൽക്കുന്ന ഈ സമയം സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും എങ്ങനെയൊക്കെയുള്ള ഫലങ്ങളാണ് നൽകുക എന്ന് വിശദമായി പരിശോധിക്കാം. സെപ്റ്റംബർ മാസത്തെ ഗ്രഹനില പരിശോധിച്ചാൽ സൂര്യൻ സെപ്റ്റംബർ 16 വരെ നിങ്ങളുടെ സ്വന്തം രാശിയായ ചിങ്ങത്തിൽ കേതുവിനൊപ്പമാണ് നിൽക്കുന്നത്. 16-ന് ശേഷം രണ്ടാം ഭാവമായ കന്നിരാശിയിലേക്ക് രാശി മാറും. ചൊവ്വ സെപ്റ്റംബർ 18 വരെ 11-ാം ഭാവമായ മിഥുനത്തിലെ ലാഭസ്ഥാനത്താണ്. അതിനുശേഷം 12-ാം ഭാവമായ കർക്കിടകത്തിൽ വ്യാഴത്തോടൊപ്പം വരുന്നതാണ്. ബുധൻ സെപ്റ്റംബർ 7 വരെ ചിങ്ങത്തിൽ, അതിനുശേഷം 26 വരെ കന്നിയിൽ ഉച്ചത്തിൽ നിൽക്കും. തുടർന്ന് 3-ാം ഭാവമായ തുലാത്തിലേക്ക് രാശി മാറും. വ്യാഴം 12-ാം ഭാവമായ കർക്കിടകത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നു. ശുക്രൻ 3-ാം ഭാവമായ തുലാം രാശിയിൽ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ശനി അഷ്ടമ ഭാവമായ മീനൻ രാശിയിലാണ്. അഷ്ടമശനി കാലഘട്ടമാണ്. രാഹു 7-ാം ഭാവമായ കുംഭത്തിലും കേതു ലഗ്നമായ ചിങ്ങത്തിലുമാണ് നിൽക്കുന്നത്. ഈ ഒരു ഗ്രഹനില അനുസരിച്ച് ചിങ്ങൻ രാശിക്കാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം മിശ്രഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. സെപ്റ്റംബർ 18 വരെ 11-ാം ഭാവത്തിലെ ചൊവ്വ തൊഴിൽ രംഗത്ത് വലിയ ഊർജവും പ്രതിഫലവും ഒക്കെ നൽകും. പ്രമോഷനോ പുതിയ അവസരങ്ങളോ ഒക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. സെപ്റ്റംബർ 18-ന് ശേഷം ചൊവ്വ 12-ലേക്ക് രാശി മാറുന്നതും അഷ്ടമശനിയുടെയൊക്കെ സാന്നിധ്യവും ജോലിയിൽ ചില തടസ്സങ്ങളോ മാനസികമായ സമ്മർദ്ദങ്ങളോ ഒക്കെ ഉണ്ടാക്കാം. മേലധികാരികളുമായിട്ടൊക്കെ ഈ സമയത്ത് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാൻ പോകരുത്. അതായത് സെപ്റ്റംബർ 18-ന് ശേഷം. 12-ാം ഭാവത്തിൽ വ്യാഴം ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. അതിനാൽ വിദേശത്തൊക്കെ ജോലി നോക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശ കമ്പനികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയവുമാണ്. ഇനി ചിങ്ങൻ രാശിയിൽപ്പെട്ട ഇവരുടെ ബിസിനസ് എങ്ങനെ പോകുമെന്ന് നോക്കാം. ബിസിനസ് ചെയ്യുന്നവർക്കും വ്യാപാരികൾക്കുമൊക്കെ ഈ മാസം ചില കരുതലുകൾ അനിവാര്യമാണ്. 7-ാം ഭാവത്തിലെ രാഹുവും അതുപോലെ ലഗ്നത്തിലെ കേതുവും പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം. പങ്കാളിയുമായിട്ടൊക്കെ സുതാര്യമായ ഇടപാടുകളൊക്കെ നടത്തേണ്ടതും ആണ്. സെപ്റ്റംബർ 7 മുതൽ 26 വരെയുള്ള കാലയളവിൽ ബുധൻ കന്നിരാശിയിൽ ഉച്ചത്തിലൊക്കെ നിൽക്കുന്നതിനാൽ പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കാനും ബിസിനസ് വിപുലീകരിക്കാനും ഒക്കെ നല്ല സമയമാണ് സെപ്റ്റംബർ 7 മുതൽ 26 വരെയുള്ള സമയം. പുതിയ നിക്ഷേപങ്ങളൊക്കെ ബിസിനസ്സിൽ നടത്തുമ്പോൾ അനുഭവസ്ഥരുടെ ഉപദേശം തേടേണ്ടതാണ്. റിസ്ക് കൂടിയ ബിസിനസ്സുകളിൽ നിന്ന് ഈ മാസം വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും. ഇനി സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തിക രംഗത്ത് ഈ മാസം മുഴുവൻ മാറ്റിമറിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. സെപ്റ്റംബർ 7 മുതൽ 26 വരെ 2-ാം ഭാവാധിപനായ ബുധൻ ഉച്ചത്തിലൊക്കെ നിൽക്കുന്നത് ധനപരമായ നേട്ടങ്ങളൊക്കെ തരും. കുടുങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട്. വ്യാഴം ഉച്ചസ്ഥനായിട്ട് 12-ൽ നിൽക്കുന്നതിനാൽ, അതുപോലെ ചൊവ്വ 12-ലേക്ക് രാശി മാറുന്നതിനാലും അപ്രതീക്ഷിത ചിലവുകൾ, ഉദാഹരണത്തിന് വീട് പണി, അതുപോലെ ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പുണ്യകാര്യങ്ങൾക്കായിട്ടൊക്കെ ചിലവുകളും വന്നെത്താൻ സാധ്യതയുണ്ട്. അഷ്ടമശനിയൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് വായ്പകളൊക്കെ നൽകുന്നതും അതുപോലെ വായ്പകളൊക്കെ വാങ്ങുന്നതും പരമാവധി ഒഴിവാക്കുക. എവിടെയെങ്കിലുമൊക്കെ സാമ്പത്തികമായ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ ആ നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും അല്പം ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ മാസം സമ്മിശ്ര പ്രതികരണങ്ങളാണ് നൽകുക. 7-ാം ഭാവത്തിലെ രാഹു ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കാം. അതുപോലെ ഇണയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം. പാർട്ട്ണറുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ 3-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അതിനാൽ പ്രണയിക്കുന്നവർക്ക് നല്ല സമയമാണ്. പരസ്പര ധാരണയൊക്കെ വളരും.
എന്നാൽ വാഗ്വാദങ്ങളൊക്കെ ഒഴിവാക്കാനും ശ്രമിക്കേണ്ടതാണ്. ഇനി കുടുംബജീവിതം നോക്കിയാൽ സെപ്റ്റംബർ 16 ശേഷം സൂര്യൻ 2-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കുക. അതുപോലെ കുടുംബത്തിലെ സമാധാനമൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകുകയും ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ മാസം മികച്ച ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ബുധൻ കന്നിയിലെ ഉച്ചത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത്, അതായത് സെപ്റ്റംബർ 7 മുതൽ 26 വരെയുള്ള സമയം പഠനത്തിൽ ഏകാഗ്രതയൊക്കെ വർദ്ധിക്കുന്നതാണ്. പരീക്ഷകളിലൊക്കെ ഈ സമയത്ത് ഉയർന്ന വിജയമൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കും. ഉയർന്ന പഠനത്തിനും വിദേശ പഠനത്തിനുമൊക്കെ ശ്രമിക്കുന്നവർക്ക് വ്യാഴമൊക്കെ 12 ഉച്ചസ്ഥനായി നിൽക്കുന്നതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ കഠിനാധ്വാനമൊക്കെ തുടരേണ്ടതുമാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ ചിങ്ങൻ രാശിക്കാർ ഈ മാസം പ്രത്യേക ശ്രദ്ധയൊക്കെ ചെലുത്തേണ്ടതുണ്ട്. ലഗ്നത്തിലാണ് കേതു നിൽക്കുന്നത്. അതുപോലെ അഷ്ടമത്തിൽ ശനി. അതിനാൽ മാനസികമായ പിരിമുറുക്കം, ഉത്കണ്ഠ, അസ്ഥി സംബന്ധമായോ അല്ലെങ്കിൽ വയർ സംബന്ധമായോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബർ 18 ശേഷം ചൊവ്വ 12-ാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ ഉഷ്ണരോഗങ്ങൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഇതൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഡ്രൈവിങ്ങിലും അതുപോലെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുകയാണെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ യോഗയും ധ്യാനവും ഒക്കെ ശീലിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതുമാണ്. ഇനി ഈ അഷ്ടമശനിയുടെയും രാഹുകേതുക്കളുടെയും ഒക്കെ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാനും ഈ മാസം നിങ്ങളുടെ ശുഭഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അഷ്ടമത്തിലൊക്കെ ശനി നിൽക്കുന്ന സമയമായതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താവിനോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ ഒക്കെ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് ശനിദോഷത്തിൽ നിന്ന് മുക്തി നൽകുന്നതാണ്. അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അതുപോലെ ദിവസവും രാവിലെ സൂര്യനെ അർഘം അർപ്പിക്കുന്നതും അതുപോലെ ആദിത്യഹൃദയ സ്തോത്രമൊക്കെ ജപിക്കുന്നതും സൂര്യൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ലഗ്നാധിപനാണ് സൂര്യൻ. അതുപോലെ സർപ്പക്ഷേത്രത്തിലെ വഴിപാടുകളൊക്കെ നടത്തുക, ഗണപതി ഭഗവാനെയൊക്കെ ഭജിക്കുക. സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി വ്യാഴാഴ്ചകളിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ചിങ്ങൻ രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം ഭഗവാന്റെ അനുഗ്രഹത്താൽ നന്മകളൊക്കെ നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.